അല്ലേ? മോന്റെ പേര് സൂരജ്. ജില്ല പത്തനംതിട്ട. അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിപ്പിക്കാൻ വെച്ചത്. കപ്പടിക്കോ? കപ്പടിക്കും. എന്നാ നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ? പത്തനംതിട്ടയുടെ ഊർജ്ജം ഇതിൽ കാണിക്കണം കേട്ടോ. ഓക്കെ. തകർത്തല്ലേ? അതെ അതെ. പത്തനംതിട്ടയുടെ എനർജി മൊത്തം ഉണ്ടായിരുന്നല്ലേ? അതെ. ഇനി വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട്? ഇത് മാത്രമേ ഉള്ളൂ. റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ഉണ്ട്. കൺഗ്രാറ്റ്സ്. അപ്പൊ ഇനി കപ്പും കൊണ്ട് പോവുക. പത്തനംതിട്ടയ്ക്ക് ഇപ്പൊ നമ്മുടെ അറിവിൽ 2 എ ഗ്രേഡ് ആയിട്ട്. ആദ്യം ഒന്ന് ചെറുതായിട്ട് ശബ്ദം കുറയപ്പോഴേ അമ്മയ്ക്ക് ചെറിയ വിഷമായി. ഫുൾ ശബ്ദമായില്ലേ? പക്ഷെ അച്ഛനാണേലേ അത്രയും ശബ്ദത്തിനിടയിൽ കണ്ണടച്ച് കേൾക്കുക മോൻ അടിക്കുന്ന താളം. ഞാനത് 2 കൂടെ നോട്ട് ചെയ്തത്. 2 പേര് എന്തായാലും തകർത്തു. താങ്ക് യു. അപ്പൊ നമ്മുടെ ഒരു ഗുരുനാഥൻ ആനടി വികാസ് ബി കൃഷ്ണനാണ് സാറാണ് എന്നെ അതെ പഠിപ്പിച്ചതല്ലേ? അമ്മ അച്ഛനും. അച്ഛൻ കലാകാരനാണ്. അതെല്ലേ? വാദ്യ കലാകാരനാണ്. ഓ, അപ്പൊ എന്തായാലും ഗംഭീരമായി. നമ്മുടെ ഒരു സമ്മാനമുണ്ട്. മെല്ലെ എണീറ്റോ? റെഡിയാണോ? സമ്മാനത്തിന്റെ റെഡിയാണോ? ആണോ? നമുക്കതിലേക്ക് പോവാം. ഓക്കെ, നമുക്കെന്നാ അടുത്തൊരു ടീമിലേക്ക് കയറേണ്ടതുണ്ട്. ഏതാ കളിദാസ? മംഗലംകളി. മംഗലംകളി ഇങ്ങോട്ട് ആയോ? ജില്ല ഏതാ? ജില്ല ആലപ്പുഴ. അതെ. ഓക്കെ, ഫുൾ ടീമും വന്നോ? മംഗലംകളി വായോ? അപ്പം ജില്ല ആലപ്പുഴ എന്നാണല്ലേ? വന്നോ? റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ഉണ്ട്. ആലപ്പുഴ കപ്പ് കൊണ്ടുപോവോ? ഓക്കെ. അപ്പം നമുക്ക് എന്നാ മെല്ലെ പരിപാടിയിലേക്ക് കിടക്കാം. ചേട്ടന്മാരെ ഒന്ന് പുറകോട്ട് നിന്നാൽ നമ്മുടെ പിള്ളേർക്കൊന്ന് കുറച്ച് സ്ഥലം കിട്ടും. അപ്പൊ പിള്ളേർക്കും കുറച്ചൊന്ന് ബാക്കോട്ട് നിൽക്കാം. എല്ലാരും കുറച്ചൊന്ന് ബാക്കോട്ട് നിന്നേ. നമുക്ക് കുറച്ചധികം സ്ഥലം വേണം. നമുക്ക് ഈ റെഡ് കാർപ്പറ്റ് വരെ ഇവർക്ക് കളിക്കാനുള്ളൊരു സ്ഥലമായിട്ടാണ്. അപ്പം ആരാ പാടുന്നു? ആരാ പാടുന്ന ആളാ? ആ ഉണ്ട്, മൈക്കുണ്ട്. അത് ഇച്ചിരി കൂടെ നീങ്ങി നിന്നോ ബാക്കിലോട്ട്. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് വേണ്ടി കുറച്ചുകൂടെ നിൽക്കോ. പാടുന്ന മോൾ ഇങ്ങോട്ട് നിന്നോ. ഇങ്ങോട്ട് വന്നു ക്യാമറയ്ക്ക്. നിങ്ങൾക്ക് ഈ റൗണ്ട് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? തുടങ്ങാം. ഓക്കെ.
ബുക്കായെ പോഞ്ചി മറിട്ടുണ്ട് ഗേലൂർ കുട്ടുപാലേ ബുക്കാലെ പോഞ്ചി മറിട്ടുണ്ട് ഗേലൂർ കുട്ടുപാലേ ഗേ പോഞ്ചി മറിട്ടുണ്ട് ഗേലൂർ കുട്ടുപാലേ ബുക്കാലെ പോഞ്ചി മറിട്ടുണ്ട് ഗേലൂർ കുട്ടുപാലേ ബുക്കാവം മാറിട്ടുണ്ട് ഗേലൂർ കുട്ടുപാലേ ബുക്കാലെ പോഞ്ചി മറിട്ടുണ്ട് ഗേലൂർ കുട്ടുപാലേ ബുക്കാവം മാറിട്ടുണ്ട് ഗേലൂർ കുട്ടുപാലേ ബുക്കാലെ പോഞ്ചി മറിട്ടുണ്ട് ഗേലൂർ കുട്ടുപാലേ കുക്കുത്ത മറിട്ടുണ്ട് ഗേലൂർ കുട്ടുപാലേ ബുക്കാലെ പോഞ്ചി മറിട്ടുണ്ട് ഗേലൂർ കുട്ടുപാലേ ബുക്കാവം മാറിട്ടുണ്ട് ഗേലൂർ കുട്ടുപാലേ ബുക്കാലെ പോഞ്ചി മറിട്ടുണ്ട് ഗേലൂർ കുട്ടുപാലേ ചിച്ചിക്കിണ്ടക്ക ചിച്ചിക്കിണ്ട ലൂറ് കുട്ടുപാലേ ആ ചിച്ചിക്കിണ്ടക്ക ചിച്ചിക്കിണ്ട ലൂറ് കുട്ടുപാലേ ചിച്ചിക്കിണ്ട ലൂറ് കുട്ടുപാലേ ആ ചിച്ചിക്കിണ്ടക്ക ചിച്ചിക്കിണ്ട ലൂറ് കുട്ടുപാലേ ദൈവാദേ ആ ദൈവാദേ ചാളകളപ്പോ ചാളകളോ കാവേരി കണ്ണഞ്ചാലേ ആ ചാളകളപ്പോ ചാളകളോ കാവേരി കണ്ണഞ്ചാലേ ചാളകളപ്പോ ചാളകളോ കാവേരി കണ്ണഞ്ചാലേ ആ ചാളകളപ്പോ ചാളകളോ കാവേരി കണ്ണഞ്ചാലേ നെല്ല് കൊയ്ത് വരമ്പത്ത് വെക്കുമ്പോ എടയിരിക്കും ചാളേ ആ നെല്ല് കൊയ്ത് വരമ്പത്ത് വെക്കുമ്പോ ഓടത്തലം മേല പാറിരിക്കാം കൊയ്ത് വരമ്പത്ത് വെക്കുമ്പോൾ എടയിരിക്കും ചാളേ ആ നെല്ല് കൊയ്ത് വരമ്പത്ത് വെക്കുമ്പോൾ ഓടത്തലം മേലെ പാറിരിക്കാം ഓട കത്തി ചുറ്റമുടായുമ്പോൾ എടയിരിക്കും ചാളേ ആ ഓട കത്തി ചുറ്റമുടായുമ്പോ പ്ലാവ് തലം മേലെ പാറിരിക്കാം ചുറ്റമുടയുമ്പോൾ എടയിരിക്കും ചാളേ ആ ഓട കത്തി ചുറ്റമുടയുമ്പോ പ്ലാവ് തലം മേലെ പാറിരിക്കാം ചാളകളപ്പോ ചാളകളോ കാവേരി കണ്ണഞ്ചാളേ ആ ചാളകളപ്പോ ചാളകളോ കാവേരി കണ്ണഞ്ചാളേ ചാളകളപ്പോ ചാളകളോ കാവേരി കണ്ണഞ്ചാളേ ആ ചാളകളപ്പോ ചാളകളോ കാവേരി കണ്ണഞ്ചാളേ ഇതേ പാതേ ആതേ പാതേ അടിപൊളി തകർപ്പ്. ഇതിനകത്തെ ഇയാന്നൊരു ശബ്ദമില്ല അതെന്തത് പാത്തയ്യാ നമുക്കും കൂടെ ഒന്ന് പറഞ്ഞാലോ ഇയ്യ. പാത്തയ്യാ താത്തയ്യ. ഓഡിയൻസ് ഒക്കെ കേട്ടാണോ എല്ലാവർക്കും കൂടെ ഒന്ന് പറഞ്ഞാലോ പറയാം ഒന്നും കൂടെ ഓഡിയൻസിന് കേൾക്കണം ആ. ഇയ്യ. ഇയ്യ. ഓക്കെ അപ്പൊ തുടങ്ങിയാലോ ഒന്നേ നമുക്കത് ഇയ്യ. ആ. ഒന്നും കൂടെ പറഞ്ഞു പൊളി സെറ്റ്. ഗംഭീരമായി. അതെ. അപ്പൊ ആലപ്പുഴയിലേക്ക് കപ്പം കൊണ്ടല്ലേ പോകത്തുള്ളൂ. വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട്? കുച്ചിപ്പടി ആ നമുക്ക് അവരുടെ പേരൊന്ന് ചോദിച്ചോ. മിത്ര അരുണിമ ശ്രേയ ഗൗരി അക്ഷര നിമിഷ പ്രാർത്ഥന കൃഷ്ണപ്രിയ പുറകിലുള്ള ആളുകൾ ബാക്കിലുണ്ട് ആരതി ശ്രദ്ധ ഇവിടെയുണ്ട്. അവിടെ ഒരു കുഞ്ഞുതാരം എന്താ മോടെ പേര്? എന്തിയ ചെണ്ട എന്തിയ? നേരത്തെ ഒരു ചെണ്ട ഉണ്ടായിരുന്നല്ലോ. ആ അതാ ചെണ്ട ചേട്ടൻ ഇവിടെ ഉണ്ട്. കൊണ്ടുപോയെന്ന് ഒന്ന് കൊട്ട് കാണിച്ചേ പൊട്ടിക്ക് നോക്കട്ടെ. എങ്ങനുണ്ട് കുഞ്ഞിന്റെ കൊട്ട കൊള്ളാല്ലേ? അതെ കുഞ്ഞു കലാകാരി കുഞ്ഞു കലാകാരി, വളർന്നു വരുന്ന കലാകാരി. ഇനിയുള്ള സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ അതെ. മോളും കാണും. മോളുടെ പേര് ദക്ഷിണ ദക്ഷിണ. അതെ. ഓക്കെ അപ്പൊ അടിപൊളിയായി അല്ലേ? മംഗലംകളി രണ്ടാമത്തെ മംഗലകളിയാ. അതെ. അടിപൊളിയായി. ആലപ്പുഴയുടെ മംഗലകളി, അതെ. ആലപ്പുഴയിൽ നിന്നുള്ള മംഗലകളി. അപ്പൊ തിരിച്ച് Energy. അതെ ഇനി കപ്പും കൊണ്ടേ പോകത്തുള്ളൂ. കപ്പടിക്കുമല്ലേ ആലപ്പുഴ? ഒന്ന് എനർജി പറഞ്ഞേ. ആ അപ്പം ഓക്കെ ആയി. ഓക്കെ അപ്പൊ ഏത് ജില്ല കപ്പടിക്കും? സംശയമായി. ആലപ്പുഴയോ കോഴിക്കോട്? ഒന്ന് പറയാമോ തൽക്കാലത്തേക്ക്? തൃശ്ശൂര് ഇല്ല, ഒരു ജില്ലയില്ല ആലപ്പുഴ. മോളെ ഏതാ ജില്ല? ആലപ്പുഴയാണോ കപ്പടിക്കുക? ഉറപ്പാണോ? ഒരു ദിവസത്തേക്കൊന്ന് തന്നൂടെ? കുറച്ചു നേരം അരമണിക്കൂർ വാടകയ്ക്ക് തരുമോ? അപ്പം അടിപൊളിയായി. കളർ സൈൻ്റെ ഇടയ്ക്ക് ഇതിനകത്ത് ഒരു കുട്ടി ഷോക്കേറ്റ് കുട്ടി ആരായിരുന്നു? എന്തായിരുന്നു പറ്റിയത്? അത് ഞാൻ പാട്ട് പാടാൻ കയറുന്ന സമയത്ത് താഴെ വയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കൂടെ എളുപ്പം കരണ്ട് എത്ത് അപ്പോഴേ ബോധം പോയി. എന്തെങ്കിലും മാനുഷിക ശക്തികൾ? അതെ മിന്നൽ മുരളി. മോളുടെ പേരെന്താ? മിന്നൽ പ്രാർത്ഥനയാണോ? അതെ. സ്കൂളിലെ മിന്നൽ പ്രാർത്ഥന ആണോ? ഓ കളറിപ്പയറ്റ്. അതെ അനിയത്തിയാണ്.
പ്രാർത്ഥനയുടെ അനിയത്തി ദക്ഷിണ. ആ, മിന്നൽ ദക്ഷിണ. മിന്നൽ പ്രാർത്ഥനയുടെ അനിയത്തി ദക്ഷിണ. അപ്പം അടിപൊളിയായില്ലേ? ആലപ്പുഴയുടെ പിള്ളേര് കപ്പം കൊണ്ടുപോകും. ഓക്കെ, താങ്ക് യു. അപ്പം ഇനി അടുത്തത് ആരാ? വാദ്യ കലാരൂപം. അടുത്ത ഒരു വാദ്യമാണോ? അതേതാണ് ആ വാദ്യം? മൃദംഗമാണ്. എല്ലാവർക്കും പരിപാടി പങ്കെടുക്കാം. ഈ ചേച്ചിയോട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ആ ചേച്ചിയാണ് നമുക്ക് അപ്പോഴേക്കും അവരൊന്ന് റെഡി ആവട്ടെ. നമുക്ക് പെട്ടെന്നൊരു ഇടവേള എടുത്തിട്ട് വരാം. ഓക്കെ. കലക്കൻ പൂരം പവേർഡ് ബൈ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്. വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. അസോസിയേറ്റ് സ്പോൺസർ Aquila Finance, the legacy of trusted service since 1995. ജൻലാഗ് NC തിന്നർ. മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ കേമൻ. ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ കേമൻ. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. കലോത്സവ വിശേഷങ്ങളിലേക്ക് തന്നെയാണ്. പ്രസാദ് കാളിദാസനും രേണുക രാജേന്ദ്രനും ഉണ്ട്. കുറെ കുട്ടി കലാകാരന്മാരോടൊപ്പം പറയൂ, എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ? നമ്മുടെ ഒരു മൃദംഗമാണല്ലേ? 2 പേരുണ്ട്. അപ്പം എങ്ങനെ പേര്? ഗിരിധർ. ജില്ല? തൃശ്ശൂരുകാര്. ഓ, പാലക്കാട്. തൃശ്ശൂർ കപ്പടിക്കുവോ? കപ്പ് കൊടുക്കുവോ? നമുക്കുള്ളത് പാലക്കാട് എന്ത് പറയുന്നു? ആണോ? എന്നാ ഒന്ന് കാണണമല്ലോ. പാലക്കാട് കൊണ്ടുപോകും, തൃശ്ശൂർ കൊണ്ടുപോകും. നമുക്ക് ഇപ്പൊ ഒന്ന് തീരുമാനിക്കാം. തുടങ്ങുമല്ലേ? കനക്കും അല്ലെ? കനക്കും. സ്റ്റേജിനെ ഇവിടെ കനക്കും. അതെ, എന്നാ ഒന്ന് കാണാം. റെഡിയാണോ? റെഡി. സനു ചേട്ടാ, ഓക്കെ, തുടങ്ങാം. തകർത്ത്. പക്ഷെ ഇതിന് വേറെ കാര്യം എന്താണെന്നറിയോ? മത്സരം നമുക്കായിരുന്നു, അവർക്കൊരു മത്സരമില്ല. അവര് തമ്മിൽ നീ കൊട്ടളിയാണ്. രണ്ടുപേരും ഒരേപോലെ ഒരേപോലെ. അതെ, ഒരേപോലെ ഫേസ് കോണ്ടാക്ട് അടിച്ച് കേറുന്നു അല്ലേ? അത് പിന്നെ ഞാൻ 3 കൊല്ലായി കാണണേ. അതുകൊണ്ടാ. അപ്പൊ അത് എന്താ പറയാ, കല എന്ന് പറയുന്നത് ഭാഷയ്ക്ക് അതീതം, ദേശത്തിനതീതം പറയത്തില്ലേ? അപ്പൊ തൃശ്ശൂര് കപ്പ് കൊടുക്കുവോ? ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല. കൊടുക്കുവോ? അവര് കൊടുക്കുവോ? ഇപ്പൊ കപ്പുള്ളത് തൃശ്ശൂരാ. അത് ഇപ്രാവശ്യം പാലക്കാട് എത്തും. 3 കൊല്ലമായിട്ട് കടന്നാണ്. അതെ, ചെറിയൊരു വിട്ടുവീഴ്ച ഇല്ല, അതില് വിട്ടുവീഴ്ച. 3 വർഷമായിട്ട് നിന്നെ കണ്ടിട്ട് കപ്പ് തരത്തില്ലെന്നാ പറയുന്നത്. ഇപ്രാവശ്യം ഉണ്ടെന്ന്. ഇപ്രാവശ്യം ഉണ്ട്.
പ്രാവശ്യം ഉണ്ടെന്ന് അത് നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചു. മൃദംഗം മാറ്റി വെച്ചിട്ട് തീരുമാനിക്കണം. അതെ. അപ്പൊ അതാണ്. എത്രാം ക്ലാസ്സിലാ? ഞാൻ +2. +1. അപ്പം ഇനി ഏതൊക്കെ ഇനങ്ങളുണ്ടോ? കഴിഞ്ഞു മാത്രമേ ഉള്ളൂ. മറ്റിനങ്ങളൊക്കെ ഇനി കണ്ടിട്ടൊക്കെ പോകണം അല്ലേ? 18-ന് തൃശ്ശൂർ കപ്പ് വാങ്ങുന്നതും കാണണം. ആ, പാലക്കാട് നാളെ ഓർക്കസ്ട്ര ഉണ്ട്, മറ്റന്നാള് വയലിൻ. എന്നിട്ട് 3 ഉണ്ടല്ലേ? അപ്പം ഫ്രണ്ട്സ് ആണ് 3 കൊല്ലമായിട്ട്. 3 കൊല്ലമായിട്ട് അറിയാം. ഫ്രണ്ട്സ് ഒക്കെ നിന്നോട്ടെ, പക്ഷെ കപ്പ് തൃശ്ശൂരില്ല. കപ്പ് ഞങ്ങൾ കൊടുക്കില്ല. താങ്ക് യു. എന്തായാലും ആ മത്സരം നമ്മൾ തമ്മിലാണെന്നുള്ളതാ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. മെല്ലെ എണീറ്റോ. ഓ 4 വർഷമായി. 4 years ആയി മൃദംഗത്തിലും വയലിനിലും സ്റ്റേറ്റ് ലെവലിൽ A grade ആണ്. ഇത്തവണ വയലിനുണ്ട്, വയലിനുണ്ട്, ഓർക്കസ്ട്രയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മൃദംഗത്തിന്റെ റിസൾട്ട് വന്നു. 4th year A grade ആണ്. മൂന്നാം തവണയാണ് ഗിരിധർ. 3ാം തവണ നമ്മുടെ രംഗനാഥ് 4th year. അങ്ങനെ ആരും നല്ല അനുഭവ സമ്പത്തുള്ള ആൾക്കാരാ അല്ലേ? അതാണ് ആ കൊട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫേസ് കോണ്ടാക്ട് കറക്റ്റ് കിട്ടി. അപ്പൊ അതാണ് നമ്മുടെ മൃദംഗ കലാകാരന്മാരുടെ നല്ല പാലക്കാടുകാരന്റെ പാലക്കാട് രംഗനാഥനും തൃശ്ശൂർ ഗുരുകുലമാണ്. BSS ഗുരുകുലം. ഇടയ്ക്കിടയ്ക്ക് ഈ ഗുരുകുലം നമ്മുടെ വരുന്നുണ്ട് അല്ലേ? മോന്റെ പേരൊന്നും കൂടെ. ഗിരിധർ. തൃശ്ശൂർ ഗിരിധറും പാലക്കാട് രംഗനാഥും തമ്മിലുള്ള ശക്തമായ പോരാട്ടമാണ്. നിങ്ങൾ രണ്ടുപേരാ. അതെ, പറയാ സെന്റ് ജോസഫ് HSS പാവർട്ടി. മോശമില്ല, വിട്ടുകൊടുക്കില്ല. ഗുരുകുലം ഓക്കെ, പോയിന്റ് ഒക്കെ. പക്ഷെ ഞങ്ങളും ഉണ്ട് ഒപ്പത്തിനൊപ്പം അല്ലേ? അതെ. അപ്പൊ റിസൾട്ട് വരുമ്പം രണ്ടുപേരും ഇവിടെ വരണം, നമുക്ക് തീരുമാനിക്കാം. അതെ. അപ്പം അതാണ് മൃദംഗ കലാകാരന്മാരുടെ ഓരോ വിശേഷങ്ങൾ. ഇനി അടുത്ത ടീമാരാണ്. അടുത്തത് നമുക്ക് ഇതുവരെ ഇവിടെ വരാത്തൊരു മത്സര ഇനം. നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞ ഓർമ്മയുണ്ടോ? കൂടിയാട്ടത്തിന്റെ കാര്യം. കൂടിയാട്ടം. മക്കളെ ഒന്ന് ബാക്കോട്ട് നിന്നോ, കുറച്ചൊന്ന് ബാക്കോട്ട് നിന്നോ. ഇച്ചിരി ബാക്കിലോട്ട്. ഓക്കെ, എല്ലാരും നിന്നോ. ഓക്കെ, എല്ലാവരുടെയും പേര് നമുക്കൊന്ന് പതുക്കെ പരിചയപ്പെടാം. ഗീതിക, തേജശ്രീ, ഇഷിത ലക്ഷ്മി, സാൻവി, ശ്രീലക്ഷ്മി, പ്രിയ കൃഷ്ണ. ഓക്കെ, എല്ലാരും ഏത് ജില്ലക്കാരാ? കണ്ണൂര്. എങ്ങനെയുണ്ട് നിലവിൽ പോയിന്റ് നില? മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇത്തവണ തൃശ്ശൂരിൽ നിന്ന് കണ്ണൂര് കപ്പ് കൊണ്ടുപോകും. ഉറപ്പാണ്. നിലവിൽ കോഴിക്കോട്, കണ്ണൂര്, തിരുവനന്തപുരം, പാലക്കാട്, തൃശ്ശൂരൊക്കെ ഇങ്ങനെ മുന്നിൽ നിൽക്കുക. എന്നാൽ ഇതിൽ ആരായിരിക്കും ഒരു ചിത്രം? കണ്ണൂർ. ഉറപ്പാണ്. ഓക്കെ, കപ്പ് വന്നത് കണ്ണൂരിൽ നിന്നാണ്. അപ്പം തിരിച്ചവിടെ തന്നെ കൊണ്ടുപോകുന്നാണോ പറയുന്നത്? കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അറിയാന്നൊക്കെ. തൃശ്ശൂരുകാരിപ്പോ പറഞ്ഞ കേട്ടോ, അനക്കാൻ സമ്മതിക്കത്തില്ല. അതെ, ശക്തമായിട്ടുള്ള രീതി തൃശ്ശൂർ അവിടെ കപ്പ് പിടിച്ചു വെച്ചേക്കുക. എനർജി ഒന്ന് നോക്കട്ടെ, കണ്ണൂരുകാരുടെ എനർജി ഒന്ന് നോക്കട്ടെ. കപ്പടിക്കുവോ? ഉറപ്പ്. അപ്പം നമുക്ക് ആ കുടിയാട്ടം ഒന്ന് കാണാം അല്ലേ? ഓക്കെ. നമ്മളെ കൂടിയാട്ടം ബാലിവധാണ്. അപ്പോൾ നമ്മള് ബാലിവധത്തിലെ ലാസ്റ്റ് സീനായിട്ടുള്ള ബാലി മരിച്ചിട്ട്, ശ്രീരാമനാൽ ബാലി മരിച്ചിട്ട് സുഗ്രീവനും അംഗദനും ശ്രീരാമനെല്ലാം വന്നിട്ട് അവരൊക്കെ കരയുന്ന ഒരു സീനാണ്. നമുക്കത് സ്റ്റാർട്ട് ചെയ്താലോ? ഓഡിയോ ഒക്കെ അല്ലേ? ഓക്കെ. ഓക്കെ ആണോ? ഓക്കെ.
ആര് പാടും എന്നൊരു ഐഡിയ ഇല്ല. അതെ, ഞാൻ മൈക്ക് വെച്ചപ്പോ എന്റെ അടുത്ത് അടുത്താണ് പറയാൻ വിടുന്നത്, ഇപ്പഴത്തെ സൈഡാ പാടുന്നത്. ഞാൻ സ്ക്രീനിൽ നോക്കിയാ കണ്ടുപിടിക്കുന്നത് ആരാ പാടുന്നത്. പിന്നെ അതെ, സ്ക്രീൻ വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് വെക്കും. മോളെ ആരാ പഠിപ്പിച്ചേ? പൈങ്കുളം നാരായണൻ ചാക്യാർ. അതെ, ഈ ഒരു മുഖത്തെഴുത്തില്ലേ? അതെ, ഈ മുഖത്തെഴുത്ത് ഇത് സാധാരണ പച്ച അല്ലേ? ഇങ്ങോട്ട് വരുമ്പോ ഇതിന്റെ പേരുണ്ടോ? ഇല്ല, സാധാ അത് തന്നെ. ഇത് ചുട്ടിയാണ്, ചുട്ടി വേഷമാണ് അല്ലേ? ഈ കഥാപാത്രം ബാലി. ബാലിന്റെ ഭാര്യ താര. ഇതോ ശ്രീരാമൻ. സുഗ്രീവൻ. ഹനുമാൻ. അങ്കദൻ. ബാലിയുടെ മകൻ. അതേ കഥാപാത്രം പോയെ ലക്ഷ്മണൻ പോയി കളഞ്ഞു, രാമനെ ഇവിടെ ഒറ്റയ്ക്കാക്കി. അതെന്നാ പോക്കാത്. അപ്പം എങ്ങനെ, ജില്ല ഏതായിരുന്നു? കണ്ണൂര്. അതെ, കണ്ണൂരേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞായിരുന്നല്ലോ. ഇനി വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇതിന്റെ റിസൾട്ട് വന്നോ? എ ഗ്രേഡ്. സന്തോഷായി, ഹാപ്പി. കണ്ണൂരേക്ക് ഒരു എ ഗ്രേഡും കൊടുക്കും. കണ്ണൂരേക്ക് സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകും തന്നെ പറയുന്നു. അതാണ് കുട്ടികളുടെ കോൺഫിഡൻസ്. അതെ, അപ്പൊ താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനിയും നമുക്ക് അടുത്ത ഏതാ? നമുക്കൊരു ഡാൻസ് ആവാം അല്ലേ? ഡാൻസ് ആവാം. അതെ, മോഹിനിയാട്ടം. മോഹിനിയാട്ടി വരുന്നു. മോഹിനിയാട്ടി ഇവിടെ വരൂ. ഇവിടെ ചുറ്റിക്കളിയോ? മോളെ പേരെന്താ? അഞ്ജലി. എത്രയില്ല? ഞാനിപ്പോ +2 സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സിൽവർ ഹിൽസ് കോഴിക്കോട്? അതെ, കോഴിക്കോട്. കോഴിക്കോട് കപ്പ് കൊണ്ടുപോകത്തില്ലേ? കോഴിക്കോട് കപ്പ് കൊണ്ടുപോകും. അപ്പം സിൽവർ ഹിൽസിന്റെ പോയിന്റ് എങ്ങനെയുണ്ട്? സിൽവർ ഹിൽസ് എപ്പോഴും തന്നെ ലീഡിൽ തന്നെയുള്ള സ്കൂളാണ്. കോഴിക്കോടില് ഇപ്പോഴും ലീഡിൽ തന്നെ പോകുന്നു. സിൽവർ ഹിൽസിന്റെ കൂടെ കിടപിടിക്കുന്ന അതല്ലെങ്കിൽ അതിനനുസരിച്ച് നിൽക്കുന്ന ദേവഗിരി ഉണ്ട്. ദേവഗിരിക്കുണ്ടോ പോയിന്റ്? ദേവഗിരി CBSE ആണോ? അതെ, നമ്മുടെ സ്റ്റേറ്റ് അല്ലേ. ദേവഗിരിയില് സ്റ്റേറ്റ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ദേവഗിരി സിൽവർ ഹിൽസിൽ CBSE ഇല്ലേ? ഉണ്ട്. അതേപോലെ തന്നെ ദേവഗിരി സ്റ്റേറ്റ് ഉണ്ടെന്നാണ് എന്റെ അറിവ്. മോളുടെ വീട് എവിടെ? കോഴിക്കോട് എവിടെ വീട്? വെസ്റ്റിലാണ്. എന്റെ വീട് ചേവായേരി. അതുകൊണ്ടാണ് അവനിങ്ങനെ എല്ലാം ചോദിക്കണം. ഞാൻ പഠിച്ചത് മലാപ്പറമ്പ. ആണോ? അപ്പം നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ? മ്യൂസിക് റെഡി അല്ലേ? മ്യൂസിക് റെഡിയാണോ? യെസ്. ഓക്കെ, തുടങ്ങാം. ഓക്കെ. ഹൃദയം യാദവതിലക പദാർപ്പിത മനീഷം നിശമയ നിരതിശയം ശുഭചരിതം സുരദനി ശ്രീരംഗനാദനു പ്രണയിനി നിശമയ നിരതിശയം ശുഭചരിതം സുരദനി ശ്രീരംഗനാദനു പ്രണയിനി നിശമയ നിരതിശയം ശുഭചരിതം സുരദനി ശ്രീരംഗനാദനു പ്രണയിനി നിശമയ നിരതിശയം ശുഭചരിതം സുരതനി ശ്രീരംഗനാദനു പ്രണയിനി നിശമയ നിരതിശയം ശുഭചരിതം സുരതനി ശ്രീരംഗനാദനു പ്രണയിനി. യെസ്, അടിപൊളിയല്ലേ? അതെ. ഇതിൽ വേറൊരു കാര്യം പറയട്ടെ. അഞ്ജലിക്ക് കേരള വിഷൻ ന്യൂസുമായി ഒരു അഗാധമായ ബന്ധമുണ്ട്. എന്താണ് ബന്ധം? അതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം കലോത്സവം നടന്നത് തിരുവനന്തപുരം. അതിന് മുൻപ് കലോത്സവം നടന്നത് കൊല്ലത്ത് അഞ്ജലി അവതരിപ്പിച്ച ഒരു കുച്ചിപ്പുടി, അതിന്റെ വ്യൂ ഇപ്പം 1 മില്യൺ കടന്നേക്കുന്നു. ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് ഈ അഞ്ജലിയാണ്. അഞ്ജലി അത് അറിഞ്ഞിരുന്നോ? എനിക്കറിയാം, ഞാൻ ഈ വീഡിയോ നോക്കുമായിരുന്നു ആ സമയത്ത്, കളിച്ചത് ഇങ്ങനെ കാണാൻ. ആ സമയത്ത് ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം പെട്ടെന്നാണ് എൻ്റെ വ്യൂ കൂടി വന്നത്. പിന്നെ എന്നെ ആൾക്കാർ അതിലൂടെ അറിയാനും തുടങ്ങി. ഒരുപാട് സന്തോഷം. 1 മില്യൺ ആണ്. അതെ, അല്ല 4 കൊല്ലം 3 കൊല്ലമായി ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം. എപ്പോഴാണ് ഈ ജേണി തുടങ്ങുന്നത്? ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത് ഞാൻ നഴ്സറി പഠിക്കുമ്പോഴാണ്.
ഇപ്പോൾ ഒരു 14 വർഷത്തോളമായി. അപ്പൊ ഈ കലോത്സവ ചരിത്രം തുടങ്ങുന്നത് എവിടെ? കലോത്സവം ഞാൻ 9th പഠിക്കുമ്പോഴാണ്. അതിന് മുന്നേ കൊറോണ ആയിരുന്നു. അപ്പോൾ 9th മുതലേ സ്റ്റേറ്റിൽ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, സംഘനൃത്തം അതിൽ പങ്കെടുത്ത് A ഗ്രേഡ് നേടാൻ സാധിച്ചു. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഹിനിയാട്ടം. ഇനി മറ്റന്നാൾ ഗ്രൂപ്പ്. കുച്ചിപ്പുടി കൊല്ലം ചെയ്യാൻ പറ്റിയില്ല, ഹെപ്പിയിൽ കിട്ടിയിട്ടില്ല. അതിലൊരുപാട് സങ്കടമുണ്ട്. പക്ഷെ അതിലുപരി എനിക്ക് മോഹിനിയാട്ടം ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റിയ എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം അതിൽ. അപ്പോൾ ഇനിയിപ്പം +2 ഈ വർഷം കഴിയുക, എന്താ പരിപാടി? എനിക്ക് ഈ ഡാൻസ് ഞാൻ ഒരിക്കലും കൈവിടില്ല. എനിക്ക് എന്തായാലും മോഹിനിയാട്ടത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ഡിഗ്രി എടുക്കും. +2 കഴിഞ്ഞാലും നൃത്തമായിട്ട് തന്നെ മുന്നോട്ട് പോവാം, പഠനം നൃത്തമായിട്ട് മുന്നോട്ട് വേണം. അതിൻ്റെ കൂടെ എനിക്ക് ആർക്കിയോളജി, ആ കാരിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുരാവസ്തു ഗവേഷണം, അത് എനിക്ക് കുറച്ചും കൂടി ഡാൻസുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഇതാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞങ്ങളുടെ ഫീൽഡ് ഇഷ്ടമാണോ ജേർണലിസം? ജേർണലിസം കാരണമാണല്ലോ ഈ ലോകം മുന്നോട്ട് പോകുന്നത് തന്നെ. കുറച്ചു മുമ്പ് അതെ, അതെ. അപ്പം കോഴിക്കോട് കപ്പടിക്കൂലേ? കോഴിക്കോട് അപ്പടിക്കും. കോഴിക്കോടേ കപ്പടിക്കൂ. അതെ, ഓക്കെ. കഴിഞ്ഞ കൊല്ലത്തെയും അതിന് മുമ്പത്തെയൊക്കെ ക്ഷീണം നമ്മളങ്ങ് തീർക്കും അല്ലേ? അതെ അതെ അതെ. അടുത്ത കൊല്ലം ഈ കൊല്ലം നമ്മൾ കോഴിക്കോടിനെ തൃശ്ശൂരിൽ നിന്ന് കപ്പൊന്ന് ഇളക്കും, കോഴിക്കോടേക്ക് കൊണ്ടുപോകും. അതെ അതെ, കാരണം ഇക്കൊല്ലാണ് എൻ്റെ അവസാനത്തെ കൊല്ലം. +2 ആണ് ഞാനിപ്പോൾ. ഇനി അടുത്ത കൊല്ലം മുതലില്ല. അതിലൊരു ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ എന്നാലും ഇക്കൊല്ലം ഞാൻ തകർത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പോകണം. ഭാവിയിൽ ഇനി നൃത്തമാണല്ലോ, അപ്പൊ വിഷമിക്കണ്ട. ഒരുപാട് സ്റ്റുഡൻസ് ഇനി ഈ കുട്ടി കൂടെ ഇനി കലോത്സവ വേദികൾ ഇനി വർഷങ്ങളായിട്ട് വരാനുണ്ട്. യെസ്, താങ്ക് യു മോളെ. അപ്പം ഇനി നമുക്ക് അടുത്ത ഇനത്തിലേക്ക് നമുക്ക് പോകാതിന് മുമ്പ് ചെറിയൊരു ഇടവേള. അപ്പോഴേക്കും നമുക്ക് അടുത്ത കുട്ടികളെ സെറ്റ് ആക്കാം. യെസ്, അപ്പൊ നമ്മുടെ അടുത്ത മത്സരാർത്ഥികൾ ഇവിടെ ഉണ്ട്. അടുത്ത ഒരു കഥാപ്രസംഗമാണ്. മോളുടെ പേര്? ഭാമ. എവിടുന്നാ? കൊല്ലത്തുനിന്നാണ്. കൊല്ലം കപ്പ് കൊണ്ടുപോവോ? കൊല്ലമേ കപ്പ് കൊണ്ടുപോകുന്നു. അതെ. അപ്പം നമുക്ക് ആ കഥാപ്രസംഗത്തിലേക്ക് കടക്കാം അല്ലേ? എല്ലാവരും റെഡിയാണോ? ഓക്കെ, സെറ്റ്. തുടങ്ങിക്കോ. അവളും ശ്രദ്ധിച്ചു. വഴിയരികിൽ തന്നെ നോക്കി നിൽക്കുന്ന വെളുത്ത് മെല്ലിഞ്ഞ് സുമുഖനായ ആ ചെറുപ്പക്കാരനെ. ആദ്യമൊന്നും അവൾ മുഖം കൊടുത്തില്ല. പക്ഷേ ഒരു ദിവസം സലീം തന്റെ സർവ്വധൈര്യവും സംഭരിച്ച് തന്റെ ഇഷ്ടം സൈനബെ അറിയിച്ചു. സൈനബ, നിനക്ക് ഇഷ്ടാണ്, പെരുത്തിഷ്ടാണ്. വേണ്ട, നിനക്ക് വലിയ ആൾക്കാരാ, എനിക്കിഷ്ടല്ല. സൈനബ, തന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. സ്വത്തോ പൊന്നോ ഒന്നുമല്ല. നാളുകൾ കഴിയും തോറും അവളുടെ മനസ്സിലും പ്രണയമഴ പെയ്തു തുടങ്ങി. അറിയാതെ പ്രണയമായി നിറം പകർന്നു. അനുദിനം തങ്ങളിൽ കാണാൻ കഴിഞ്ഞപ്പോൾ ദൃഢമാം അനുരാഗമായി വളർന്നു. സഹതാപരൂപത്തിൽ മുട്ടിട്ട അറിയാതെ പ്രണയമായി നിറം പകർന്നു. പക്ഷേ പാവപ്പെട്ട പെൺകുട്ടിയെ നിക്കാഹ് കഴിക്കാൻ വാപ്പ സമ്മതിക്കില്ല എന്ന് അവന് നന്നായി അറിയാം. ഒരു ദിവസം സലീം തന്റെ വാപ്പയോട് പറഞ്ഞു, വാപ്പ, സൈഡബ ഓള് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ, എനിക്ക് ഓളെ ഇഷ്ട, വാപ്പ നിക്കാഹ് നടത്തി തരണം. ശരിമേ, കാശില്ലാത്തോളെ തന്നെ നിക്കാഹ് കഴിക്കണം നിനക്ക് എന്താണോ ഇത്ര നിർബന്ധം? വാപ്പ, സൈഡബയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. സ്വത്തോ പൊന്നോ ഒന്നുമല്ല, ആരെടുത്താലും ഞാൻ അവളെ നിക്കാഹ് കഴിക്കും. നീ ഓളെ കൊണ്ട് ഇങ്ങോട്ടും കാണാൻ വന്നാലേ ഇപ്പൊ അടി കയറാൻ നമ്മൾ സമ്മതിക്കൂല. പറഞ്ഞാൽ സമ്മതിക്കൂല. എനിക്ക് ബഷീറിന്റെ ഈ നോവൽസ് ഒക്കെ വായിക്കുമ്പോ അതേ അതെ ഒരു ഫീലിംഗ് ഉണ്ട്. അതെ അതെ. മറ്റൊരു ശബ്ദം എവിടെ നിന്നാണ് ചെയ്തത്? ഒന്നുകൂടെ ശബ്ദം തന്നെ. ബാപ്പയുടെ ശബ്ദം ഉള്ളിന്ന് വരുന്നതാണോ? ഉള്ളിന്ന് വരുന്നത്. അപ്പൊ ഈ പ്രണയമാണെന്ന് മനസ്സിലായി. ആരുടെ പ്രണയം?
സലീമിന്റെയും സൈനബയുടെയും പ്രണയം. അവസാനം അവർ ഒന്നിച്ചു, പക്ഷെ അത് ലാസ്റ്റ് വരുമ്പോ ഭയങ്കര ഒരു ട്രാജഡി ആവും. ട്രാജഡിയാണ് പറയണ്ട. അതെ. അപ്പം ഇനിയിപ്പം വേറെ ഇനങ്ങളുണ്ടോ? ഇല്ല, ഞങ്ങള് കഥാപ്രസംഗം ഉണ്ട്. എ ഗ്രേഡ് ഉണ്ടോ? എ ഗ്രേഡ് ഉണ്ട്. എന്ന് ചോദിച്ചു പോവാ. പേര് നന്ദനുണ്ണി, കാശിനാഥൻ, ഭാമ നേരത്തെ പറഞ്ഞു. ശ്രേയസ്, അഭിരാജ്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ വർഷമാണ്. ഈ ടീം അല്ലേ? ഈ ടീം ഇപ്പൊ ഞങ്ങൾ ഹയർ സെക്കൻഡറി ആയിരുന്നു. ഞങ്ങൾ ഹൈസ്കൂളിൽ ഈ സെയിം കഥയ്ക്ക് തന്നെ ഞങ്ങള് സ്റ്റേറ്റ് പോയിട്ടുണ്ട്, കൊല്ലത്ത് വെച്ച്. കൊല്ലം കലോത്സവത്തിൽ. കഴിഞ്ഞ കലോത്സവത്തിൽ ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് സെക്കൻഡ് ആയിരുന്നു. പക്ഷെ ഇത്തവണ അത് നേരെ പിടിച്ച് സ്റ്റേറ്റിൽ വെച്ച് എ ഗ്രേഡും കിട്ടി. അപ്പൊ കൊല്ലത്തിന് കപ്പ് ഉറപ്പാണ്. അതുമല്ല, ഞങ്ങൾക്ക് ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റാണ്. കാരണം ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ ഗുരുനാഥ ഫെലോഷിപ്പ് കലാകാരിയ ഫെലോഷിപ്പ് ഹോൾഡർ ഇന്ദു ജേസ്. അപ്പം ചേച്ചി ആദ്യമായിട്ട് സ്റ്റേറ്റ് പ്രൈസ് സ്കോർ ചെയ്തത് തൃശ്ശൂർ വെച്ചാ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തൃശ്ശൂര് ഏറെ സ്പെഷ്യലാണ് കൊല്ലം ടീമിന്. പിള്ളേര് അടിപൊളിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ജഡ്ജസ് കമന്റ്സ് പറഞ്ഞപ്പോൾ പോലും അവര് നമുക്ക് എടുത്തു പറഞ്ഞു. കാരണം ഇവരുടെ കഥ, ഇവരുടെ അവതരണ രീതി. കാരണം കഥാപ്രസംഗത്തിൽ കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് ഫ്ലൂട്ട് ഉപയോഗിക്കുന്നത്. ക്ലാർനെറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളല്ലാത്ത എല്ലാം തന്നെ ഉപയോഗിക്കാം. എങ്കിലും ഫ്ലൂട്ട് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എനിക്കിത് ഭയങ്കര സ്പെഷ്യൽ എന്ന് പറഞ്ഞത്, ഞാൻ 8ാം ക്ലാസ് മുതൽ കഥാപ്രസംഗം സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ കലോത്സവത്തിൽ സ്റ്റേറ്റിൽ പ്രൈസ് വരുന്നത് തൃശ്ശൂർ നടന്ന കലോത്സവത്തിലാണ്. അപ്പൊ വീണ്ടും അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ് സ്കൂളില് ഇവര് ആവണീശ്വരം APPM VHSSലെ കുഞ്ഞുങ്ങളാണ്. അപ്പൊ ഇവര് അവിടുത്തെ മാനേജർ പാർവതി ടീച്ചർ, ജഗദീഷ് സാർ, അവരുടെയൊക്കെ ഒരു ഭയങ്കര സപ്പോർട്ടോടു കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. എന്തായാലും അടിപൊളി. പിള്ളേർക്ക് കപ്പ് കൊണ്ടുപോവാ. ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്കോർ കാണുമ്പോ അറിയാമായിരിക്കുമല്ലോ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഞങ്ങൾക്ക് ഉണ്ട്. ഇനിയുണ്ട് ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് സമയം. അതെ. ഞങ്ങളൊരു 5, 3, 4 ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളത് കയറി വരും. അങ്ങോട്ടേക്ക് പോരട്ടെ. അതെ. തൃശ്ശൂരിൽ നിന്ന് കൊല്ലത്തേക്ക്. അപ്പൊ എന്തായാലും താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ഡാൻസ് ഐറ്റം ഉണ്ട്. അതിന്റെ മ്യൂസിക് ഒന്ന് സെറ്റ് ആവുന്ന ഒരു സമയം വേണം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ചെറിയ സമയത്ത് നമുക്കൊരു വേദി പോവാം. ആ സമയം കൊണ്ട് ഇവരുടെ നമുക്ക് വേദിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കഥാപ്രസംഗം കൂടെ ഉണ്ട്. അത് നമുക്കെന്നാ അപ്പോഴേക്കും നമുക്ക് വേദി പോയിട്ട് വരാം. ആ കഥാപ്രസംഗം അതിന്റെ കൂടെ നമുക്ക് ആ മ്യൂസിക്കും കൂടെ ഒന്ന് സെറ്റ് ആക്കണം ഡാൻസിന്റെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റു വേദി പോയിട്ട് വരാം. ഓക്കെ. ഹൈറത്തൊടുത്ത് കേമത്തിൽ നാമമുരത്ത് ഫാത്തിമ ഇന്നാളെ
മൈലാഞ്ചി മൈലാഞ്ചി ചിരി പുതുമ ചുണ്ടിൽ ചേല് കണ്ടാനേ മകന്തം തളിർക്കൊമ്പിൽ തൊയറുകൾ ശീലിച്ചൊന്നാനേ മൈലാഞ്ചി ചിരി പുതുമ ചുണ്ടിൽ ചേല് കണ്ടാനേ മകന്തം തളിർക്കൊമ്പിൽ തൊയറുകൾ ശീലിച്ചൊന്നാനേ മൈലാഞ്ചി മോതിര വിരലിൽ അതിരസ നിറമൊന്നായി മൈക്കണ്ണിൽ വിനുങ്ങിടും പതിവന്ന പാവന പകിട്ടെന്താ പാവനമിൽ കുളിരേകിടും നൂറായി രാക്കത കീളാൻ വന്നിത ഹൈറായി മേനിൽ പതലുകൾ കസുറായി റബ്ബിലെ ഹംദുകൾ വിശ്വകിടും ചോറായി നാരി മലർക്കനി പൂത്തൊരു സുവനമിലായി നൂറേറ്റം പാരിതിലാകെ കുളിരണി ഫാത്തിമയാ കുളിരുതളിരിടും കരളിൻ നോവിൽ പിളരുന്നോള് ഫാത്തിമ ഉടലുമാലകൾ പൊന്നു പകഴത്തിൽ ചാത്തി കണ്ടത് ഫാത്തിമ ഇടയും കൽബിൽ കേണു കൊണ്ടത് മണ്ടി. നമുക്ക് അടുത്തതും അടുത്തതും നമുക്ക് ഒരു കഥാപ്രസംഗം തന്നെ അല്ലേ? ഇത് വേറെ തീമാണ്. നമ്മളെ ആ പരിപാടി ഞങ്ങൾ തുടങ്ങിക്കോ, എന്നിട്ട് നമുക്ക് ആ തീമിനെ കുറിച്ചും നിങ്ങളുടെ വിശേഷങ്ങൾ തുടങ്ങിക്കോ. കഥയുടെ പേര് തീക്കനൽ തുരുത്ത്. കഥ നടക്കുന്നത് യുദ്ധം പിച്ചിച്ചിന്തിയ പോളണ്ട് നഗരത്തിലാണ്. അതെ, അക്രമത്തിന്റെ ഭീതി നിഴലിക്കുന്ന പോളണ്ട്. ഈ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടാണല്ലോ ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചത്. അതിന് നായകത്വം വഹിച്ചതോ അതെ, ലോകം മറക്കാത്തൊരു ഏകാധിപതി ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ. അയാളുടെ വിരോധികളായിരുന്നു യഹൂദർ, കമ്മ്യൂണിസ്റ്റുകൾ, ക്രിസ്ത്യാനികൾ, പ്രൊട്ടസ്റ്റന്റുകൾ. അവരെല്ലാം അയാളുടെ തടവറയിൽ അകപ്പെട്ടു. ഒരു കിരാതയുഗത്തിനാണ് ഹിറ്റ്ലർ പ്രാരംഭം കുറിച്ചത്. അത്തരം ദുരന്തം പേറിയ രാജ്യങ്ങളിൽ ഒന്നാണ് പോളണ്ട്. അവിടെ വാഴ്സ എന്ന നഗരത്തിൽ ഒരു കത്തോലിക്ക കുടുംബത്തിൽ പിറന്നവളാണ് സുന്ദരിയായ അരീന. വിടർന്ന പനി നീർദളങ്ങൾ കവിളിൽ വിലോലമാം നുണക്കുഴികൾ നീണ്ടിടം പെട്ട നീലമിഴികളിൽ നീലാകാശവും താരകളും. ഒരു ഡോക്ടറാണ് അവരുടെ പിതാവ്. അരീന ഒരു നഴ്സ്. ഡോക്ടർക്ക് ഒരു ചിന്തയുള്ളൂ, മുങ്ങിച്ചാവാൻ പോകുന്നവനെ നീന്തൽ അറിയില്ലെങ്കിലും രക്ഷിക്കാൻ നോക്കണം. ഇത് മകൾക്ക് നൽകിയ ഉപദേശം കൂടിയായിരുന്നു. അദ്ദേഹം അവരെയെല്ലാം ചികിത്സിച്ചു. അരീന അച്ഛനെ സഹായിച്ചു. ഒരു ദിവസം അച്ഛനും മകളും ഒരു കാഴ്ച കണ്ടു. പോളണ്ടിലെ ഓഷ്വിറ്റ്സ് ഗ്യാസ് ചേമ്പറിനകത്തിട്ട് ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് യഹൂദരെ കൊലപ്പെടുത്തുന്നു. ഞങ്ങളെ കൊല്ലല്ലേ, ഞങ്ങളെ കൊല്ലല്ലേ, ഞങ്ങളെ കൊല്ലല്ലേ. മരവിച്ച മനസ്സിന്റെ ഉടമകൾ തീർക്കുന്ന മുരടിച്ച സംസ്കാര ലോകം. മരവിച്ച മനസ്സിന്റെ ഉടമകൾ തീർക്കുന്ന മുരടിച്ച സംസ്കാര ലോകം. വംശവിദ്വേഷം അലയടിച്ചെത്തുന്നു, സത്യധർമ്മങ്ങൾ മരിക്കുന്നു. ഹിറ്റ്ലറിന്റെ കഥയായിരുന്നല്ലേ? പോളണ്ടിനെ കുറിച്ച് അതെനിക്കറിയാം. പോളണ്ടിനെ കുറിച്ച് നീ മിണ്ടരുത്. അപ്പം എന്തുകൊണ്ടാ ഹിറ്റ്ലറിന്റെ കഥ എടുക്കാൻ കാരണം? ശരിക്കും പറഞ്ഞാൽ ഇത് ഹിറ്റ്ലറിന്റെ കഥയല്ല. ഹിറ്റ്ലറിന്റെ ടൈമില് ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലുള്ള കുട്ടികളെ രക്ഷിച്ച് കൊണ്ടുപോയ ഒരു നഴ്സിന്റെ കഥയാണ്. അരീന സെൻഡ്ലർ എന്ന് പറയുന്ന ഒരു നഴ്സിന്റെ കഥ. അതെ, സുന്ദരിയായ അരീന. ഈ ഹിറ്റ്ലറിന്റെ ആത്മകഥ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. ഹിറ്റ്ലറിന്റെ ആത്മകഥയുടെ പേരറിയാമോ? മെയിൻ കാംഫ് എന്നാ പേര്. മെയിൻ കാംഫ് കേട്ടാ, വായിച്ചു നോക്കണേ. ആ, ഇതിനേക്കാളും ക്രൂരമായി പുള്ളി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നു, എ ഗ്രേഡ്. ഇനി വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട്? ഇന്നലെ മാപ്പിളപ്പാട്ട് ഉണ്ടായിരുന്നു, എ ഗ്രേഡ് ഉണ്ട്. അപ്പം നമ്മുടെ ഇവരുടെ പേരൊക്കെ ഒന്ന് ചോദിച്ചു അവിടെ തുടങ്ങാം. മോളെ പേര് ആൻലിയ അജിത്. ആൻലിയ അജിത്. ആൻലിയ അജിത്. +2. ആർദ്ര മരിയ +2. ഈശ്വർ കൃഷ്ണ +2. മനസ്യു +1. മനസ്യു. നമ്മൾ കുഞ്ഞിലെ ആക്കുമ്പോ ചോദിക്കത്തില്ലേ പേരെന്താന്ന് ചോദിക്കുമ്പോ രേണുക 2B നമ്മൾ പറയത്തില്ല, അതേപോലെയാണ് ആൻലിയ 12 +2 എന്നൊക്കെ. എവിടുന്ന് ജില്ല ഏതായിരുന്നു? എറണാകുളംകാരൻ. കപ്പടിക്കുമോ? കപ്പടിക്കും.
എറണാകുളത്ത് എവിടെ? എറണാകുളത്ത് നോർത്ത് പറവൂർ. നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ. അതെ. ഞങ്ങൾ തൊട്ടടുത്തുണ്ട്, ഞങ്ങൾ പനമ്പള്ളി. തൊട്ടടുത്ത്. അതെ, ഒരു 20 കിലോമീറ്റർ. അതെ. അപ്പം അവരുടെ വിശേഷങ്ങളായിരുന്നു. അപ്പൊ മോളെ താങ്ക് യു. യെസ്. ഇനി അടുത്തത് നമുക്കൊരു നൃത്തമാണുള്ളത്. ആ നൃത്തക്കാരി ഉണ്ട് ഇവിടെ. നമുക്ക് ആ പാട്ട് സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു വേദിയിലേക്ക് പോയി വരാം. അപ്പോഴത്തേക്ക് ആ പാട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട്. ഓക്കെ. അങ്ങനെ അടുത്ത കലാകാരിയും എത്തിയിരിക്കുന്നു. മോളെ ഏതാണ്? കേരള നടനം അല്ലേ? കഴിഞ്ഞോ? അതിന്റെ റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ഉണ്ട്. വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട്? മറ്റന്നാള് ഫോക്ക് ഉണ്ട്. ജില്ല ഏതാ? കോഴിക്കോട്. ഞാൻ അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. എനിക്ക് മനസ്സിലായി. സ്കൂള് ഫറൂഖ് ബെനർണി. ഫറൂഖാണ് ഞാൻ പഠിച്ചത്. ഞാൻ കോളേജ് പഠിച്ചത് രാമനാട്ടുകരയാണ്. വീട് എവിടെയാണ്? രാമനാട്ടുകര എവിടെ? ഐക്യരപ്പടി. പരിചയക്കാരായി തോന്നുന്നു. നമ്മളൗട്ട്. ഞങ്ങൾ കോഴിക്കോടുകാരൊക്കെ പരിചയക്കാരാണ്. എനിക്കും പത്തനംതിട്ടക്കാരൊക്കെ വരും. അതെ. അപ്പൊ കോഴിക്കോട് കപ്പടിക്കത്തില്ലേ മോളെ? ഉറപ്പല്ലേ? അതെ. അപ്പൊ നമുക്ക് നേരെ മ്യൂസിക് റെഡിയാണ്. മ്യൂസിക് റെഡി അല്ലേ? ഓക്കെ. Anju ma'am, pig face, ghost. പകുതി വഴിയിൽ വീണുപോയി പാഞ്ചാലിയും പ്രാണപ്പാതിയവൾക്കു തുണയായി പാഞ്ഞെത്തി ഭീമസേനൻ പാഞ്ചാലിക്ക് ഗതിയണയാൻ മൂലം ആരാഞ്ഞ നേരം പാർത്ഥൻ തന്നോടമിത പ്രണയം മൂലം എന്നാ ധർമ്മജൻ എല്ലാം നിനക്കായിരുന്നു
വാദാത്മജൻ ചൊല്ലെഴും യുദ്ധങ്ങൾ വെന്നതും ദ്രൗപദിയെല്ലാം നിനക്കായിരുന്നു വാദാത്മജൻ ചൊല്ലെഴും യുദ്ധങ്ങൾ വെന്നതും ദ്രൗപദി എന്നിട്ടുമെന്റെ രണ്ടാമൂഴയോഗത്തിനെന്നുമുണ്ടായില്ല മോചനം ദ്രൗപദി എന്നിട്ടുമെന്റെ രണ്ടാമൂഴയോഗത്തിനെന്നുമുണ്ടായില്ല മോചനം ദ്രൗപദി എല്ലാം നിനക്കായിരുന്നു വാദാത്മജൻ ചൊല്ലിടും യുദ്ധങ്ങൾ വെന്നതും ദ്രൗപദി എന്നിട്ടുമെന്റെ രണ്ടാമൂഴയോഗത്തിനെന്നുമുണ്ടായില്ല മോചനം ദ്രൗപദി. യെസ്, അടിപൊളി. അതെ അതെ, കണ്ണുകൾ കൊണ്ടുള്ള മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീമാണ് ആ കണ്ണുകൾ. ഒന്നും കൂടെ ഒന്ന് ഈ സാധനം അതെ, വിശേഷാൽ കണ്ണിന. ഒന്നും കൂടെ കണ്ണ് മാത്രം, കണ്ണ് മാത്രം. അതെ, കൊള്ളാം അല്ലേ? അതെ. ഈ തീം എന്താ, എന്തുകൊണ്ടാണ് ഈ തീം ചൂസ് ചെയ്തത്? സാർ സെലക്ട് ചെയ്തത്. സാറ് സെലക്ട് ചെയ്തതാണ്. രണ്ടാമൂഴവുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് ഈ തീമിന്. രണ്ടാമൂഴമാണ്. അതെ, ഭീമന്റെ കഥയാണ്. ഭീമനാണ് ഈ കഥ പറയുന്നത് അല്ലേ? ഇത് ലാസ്റ്റ്, അതായത് മഹാഭാരതത്തിന്റെ ഏറ്റവും അവസാനത്തേക്ക് വരുന്ന ഭാഗമാണ്. അവര് വാനപ്രസ്ഥത്തിന് പോകുന്ന ഭാഗം അല്ലേ? അതിൽ പാഞ്ചാലി വീഴുമ്പോ തൊട്ടുള്ള ഭാഗമാണ് ഈ പറയുന്നത്. ഭീമൻ പാഞ്ചാലി ഓർക്കാണ്, പാഞ്ചാലിക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ ഭീമൻ പാഞ്ചാലിയെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ് പറയുന്നത്. എന്നിട്ടും രണ്ടാമൂഴമായിരുന്നു എന്നല്ലേ? അതെ. അപ്പം മോളെ ജില്ല ഏതായിരുന്നു? കോഴിക്കോട്. രാമനാട്ടുകര. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ ഞാൻ മറന്നുപോയി. കോഴിക്കോട് തന്നെയല്ലേ കപ്പ്? അതെ, കപ്പ് കൊണ്ടേ പോകത്തുള്ളൂ. രാമനാട്ടുകരയാണ് വീട്. അതെ, അത് ഞാൻ മറക്കത്തില്ല. കോഴിക്കോടിന് തന്നെ കപ്പ്. ഇനി വേറെ ഏതെങ്കിലും ഇനങ്ങളുണ്ടോ? പറഞ്ഞല്ലോ 17th ഫോക്ക് ഉണ്ട്. അതെ, കാളിദാസ മതി. ചെറിയൊരു മറവിയുള്ള കൂട്ടത്തില് സാരില്ല, പോട്ടെ. ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഞാൻ ഇതിൽ മുഴുകി പോയതുകൊണ്ടാ. അതെ അതെ അല്ലേ? അപ്പൊ പിന്നെ മറന്നു പോയല്ലോ. ആ കണ്ണിന്റെ ഇത് ഇഷ്ടം എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്റെ കണ്ണിങ്ങനെ അനങ്ങുമെന്നിരിക്കുന്നു. പാടാ ഒന്ന് ചെയ്ത് നോക്കി. ഓടേ ചുമ്മാ അതൊക്കെ ഇവിടെ നോക്ക്. ഒന്നുകൂടെ കാണിച്ചു കൊടുത്തോ. എന്റെ പിരികം അനങ്ങുന്നില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും തകർത്ത്. ഇനിയിപ്പം 17-ാം തീയതിയുള്ള പരിപാടിയുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ കപ്പും വാങ്ങി കോഴിക്കോട്ടേക്ക് പോവാം. ഐക്യരപ്പടി. അത് പറഞ്ഞിട്ടില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി അടുത്തത് നമ്മൾ സിംഗിൾ ഐറ്റം കഴിഞ്ഞു. അതെ, ഇനി ഗ്രൂപ്പ് ഒപ്പന. ആഗതരായാലും ടീമുകളും പോരട്ടെ. കൊറേ നേരിട്ട് നിൽപ്പുണ്ടായിരുന്നല്ലേ? നമ്മുടെ പരിപാടി മൊത്തം കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. നമ്മുടെ ജില്ല ഏതാ? കോട്ടയത്ത് എവിടെ? ഏറ്റുമാനൂർ. വെട്ടിമുകൾ. നമ്മുടെ ഏറ്റുമാനൂര് വെട്ടിമുറി. നമ്മുടെ കഴിഞ്ഞ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വെട്ടിമുകൾ. കഴിഞ്ഞ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. കോഴിക്കോട് കപ്പ് കൊണ്ടുവന്നാ പറയുന്നത്. കോട്ടയം. നമ്മുടെ MLA വന്നായിരുന്നു. നിങ്ങളുടെ MLA പുതുപ്പള്ളി MLA വന്നായിരുന്നു ഇവിടെ. പുള്ളി പറഞ്ഞ കോട്ടയത്തിന് തന്നെ കപ്പുള്ളത്. പുതുപ്പള്ളി MLA ആരാ? എന്നാലും ഒരു ക്ലൂ തരട്ടെ. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ നിങ്ങൾ ആരെങ്കിലും പുതുപ്പള്ളി ഉള്ളവരുണ്ടോ? ഇല്ല. എല്ലാരും ഏറ്റുമാനൂര് വെട്ടിമുകളല്ലേ? അപ്പൊ നമുക്ക് ഒപ്പനയിലേക്ക് കിടക്കാം. ആരാ ഇതിൽ പാടുന്നവരാരാ? പാട്ടുകാര്. യെസ്, നമുക്ക് ഒന്ന് വലുതാക്കി ഒന്ന് വിരിഞ്ഞു നിന്നോ. യെസ്, ഒന്ന് ബാക്കോട്ടൊന്ന് ഇറങ്ങി നിന്നോ കേട്ടാ. ഓക്കെ, റെഡിയാണോ മക്കളെ? റെഡിയാണോ? റെഡിയല്ലേ?
കിസനാരിവന്റെ സദസ്സിലപ്പരം ബീവിലിന്റെ അതിശയക്ക് കൊലുവലുവാനായി അതിരസത്തിൽ സുവനത്താലെ പൂക്കൾ ബിന്ദാനേ നാരിവന്റെ സദസ്സിലപ്പരം ബീവിലിന്റെ അതിശയ കിസനുവലുവാനായി നീലാവാൻ അതിരസത്തിൽ സുവനത്താലെ പൂക്കൾ ബിന്ദാനേ മന്ദിര തട്ടരും കണ്ടേ പദവിയെത്തിര ചിത്തിരമാലെ ജമാല ബഹുമചന്ദ്ര വദനത്താലെ വസന്ത ചേലാന്തിരി ചന്തമിലുണ്ട് പരിശി മന്ദിര തട്ടതും കണ്ടേ പദവിയെത്തിര ചിത്തിരമാലെ ജമാല ബഹുമചന്ദ്ര വദനത്താലെ വസന്ത ചേലാ നിറവേ കനവേ നിലഞ്ചിയും പഞ്ചകിയാണ് ചരുന്ന തിങ്ങിയ അഞ്ചിതമാണ് സുരഭി മുത്തിത ആയിഷ തോരും നിറവേ ചുമുകി ചൊങ്കിയും ഭംഗിയിൽ തിങ്ങി നീക കനവേ. ഓക്കെ, അതെ അതെ, ഗംഭീരമായി. അതിലേ ഞാൻ തലനാരടക്ക എനിക്കൊരു അടി മിസ്സായത്. ഇങ്ങനെ അടിച്ചടിച്ച് വന്നൊരു അടി പോയി. ആരും നീയായിരുന്നു ഇവിടെ നിന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു പോയെന്ന്. അതെ അതെ, എന്തായാലും നോക്കിയതേ പൊന്നിന്റെ വിലയില് മണവാട്ടി ഇത്ര പൊന്നിട്ടോണ്ട് ഇറങ്ങിയേക്കുക. പുറത്തൊന്നും പോയേക്കല്ല, ആൾക്കാരങ്ങനെ തട്ടിക്കൊണ്ടു. ഉറപ്പാ, കൺഫേമാ. അതെ, ലക്ഷത്തിന് വേണ്ട, 1 ലക്ഷമൊക്കെ കടന്നു പൊന്നിന്റെ വില. അതെ, നമുക്ക് പേര് ചോദിക്കാം. ഇവിടെ ചോദിച്ചു തുടങ്ങാം. എമിലിയ, ചിത്രലേഖ, പാർവതി, ജിയോസ്, എയ്മി, അദീന, ശ്രേയ, അമയ, അബിഗെയില്, അമീഗ. അബിഗെയില്. വ്യത്യസ്തമായ പേരുകളൊക്കെ. കോട്ടയത്തേക്ക് കപ്പ് കൊണ്ടുപോകും അല്ലേ? പുതുപ്പള്ളി MLA അതാണ് പറയുന്നത്. അതെ അതെ, തൃശ്ശൂരിൽ നിന്ന് കപ്പങ്ങ് എടുക്കുവാന്നാ. തൃശ്ശൂർക്കാർ പിള്ളേരായിരുന്നു സമയത്ത്. അപ്പൊ അവര് പറഞ്ഞു കൊടുക്കത്തില്ലെന്ന്. MLA പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോകുന്നു. അതെ, എങ്ങനെയായാലും ഞങ്ങൾ കൊണ്ടുപോകുന്നാ പറഞ്ഞത്. അതെ. അപ്പം വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട് ഇനി സിംഗിൾ ഐറ്റംസ് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അതേതായിരുന്നു ഒരെണ്ണം കഴിഞ്ഞത്? ലളിതഗാനം. എങ്ങനെ ഉണ്ടായിരുന്നു? എ ഗ്രേഡ് ഉണ്ടോ? അപ്പൊ എന്നാ പിന്നെ ലളിതഗാനമായല്ലോ. ഒപ്പന വേഷത്തിലൊരു ലളിതഗാനം. വായോ, നടക്കോട്ട് വായോ. തിരിഞ്ഞ് എവിടെ? അവിടെ. ഞാൻ മോളോട് ഇന്നലെ ലളിതഗാനത്തിന്റെ ആൾക്കാരോട് ഞാൻ ചോദിച്ചായിരുന്നു, ലളിതഗാനം ലളിതമാണോ? അതെ, ലളിതമാ. ഇതൊക്കെ ലളിതമായി തോന്നുന്നുണ്ട്. ബാക്കിയുള്ളവർ പറയട്ടെ, ലളിതഗാനം ലളിതമാണോ?
ലളിതമായി പാടാൻ പറ്റുന്ന ലളിതഗാനമാണോ? ഇത് ലളിതമായി പാടാമോ? ലളിതഗാനം അപ്പൊ ലളിതമാണോ? അല്ല. അവിടെ എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചു. സൗണ്ട് വെച്ച് നോക്കുമ്പോ ലളിതമാണ്, പക്ഷെ പാടുന്ന രീതി വെച്ച് നോക്കുമ്പോ പാടാണല്ലേ? അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. എനിക്കിതിനെ പറ്റി കാര്യമായിട്ടൊന്നും അറിയില്ല സാറിനൊക്കെ. എനിക്കൊന്നും അറിയില്ല. എനിക്കും അറിയില്ല. സത്യസന്ധകൾ അറിയത്തില്ല, എന്നാലും അത്ര പാടാന്ന് തോന്നുന്നു. ഓക്കെ, അറിഞ്ഞൂടാ. ഒന്നും അറിയത്തില്ല. കഠിനമല്ലേ? അതെ, വേണമെങ്കിൽ അങ്ങനെ പറയാം, വേണമെങ്കിൽ ചുമ്മാ. പക്ഷെ നല്ല ശബ്ദം കേട്ടോ, നല്ല ശബ്ദം. വേറെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നുണ്ട്. ഇനിയിപ്പം ഇപ്പൊ എത്രയിലാ? 8ല്. എല്ലാരും എത്രാം ക്ലാസ്സിലാ? എല്ലാരും 9ലോ? മോള് മാത്രം 8ല്. ശരി, ഇതിലേറ്റവും ജൂനിയർ. അതെ. അപ്പൊ ജൂനിയർ എ ഗ്രേഡ് പ്ലസ് ഉള്ളത്. നിങ്ങളെ ഇപ്പം റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ഉറപ്പല്ലേ? ഉറപ്പാണ്. എന്നിട്ട് കോട്ടയത്തേക്ക് കപ്പ് കൊണ്ടുപോകല്ലേ? MLA ഹാപ്പി ആക്കണം. MLA കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞത് കപ്പെടുത്തോണ്ട് കോട്ടയംകാർ കപ്പെടുക്കുമെന്നാണ് പറഞ്ഞത്. MLA പിള്ളേരോട് ബെറ്റ് വെച്ചിട്ടാ പോയത്. അതെ, തൃശ്ശൂർക്കാർ പിള്ളേരോട് ബെറ്റ് വെച്ച് കോട്ടയത്തേക്കാ കപ്പ് കൊണ്ടുവന്ന്. ഏതാ? അതെ, MLA കുറച്ച് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അതായത് കളിക്കുന്ന ആൾക്കാര് എല്ലാ വൃത്തികൾ ചെയ്യുന്ന കപ്പ് അവർ കൊണ്ടുപോട്ടെ. അതെ, അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോട്ടെ ചേട്ടൻ പറയുന്നത്. അതെ, ഓരോ ജില്ലക്കാരും അതായത് അവരുടെ ജില്ലയോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ആഗ്രഹം? സ്വർണ്ണ കപ്പ് എങ്ങോട്ട് വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം? കോട്ടയത്തേക്ക് വരണം എന്നാണോ ആഗ്രഹം? അതെ. കൂടെ പറഞ്ഞേ, നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്ക് കപ്പ് കൊണ്ടുപോകാൻ ആഗ്രഹം? കോട്ടയത്തേക്ക്. ചേട്ടൻ തൃശ്ശൂർ ജില്ലയിലെ ചേട്ടൻ അത് തൃശ്ശൂർ കിട്ടണം. ഓക്കെ, ഞങ്ങളെ സുരേഷ് ഗോപി ശരി. അതാണ് ചേട്ടൻ തൃശ്ശൂർ ജില്ലക്കാരനാണ്. ചേട്ടന്റെ ആഗ്രഹം തൃശ്ശൂർ കപ്പെടുക്കണമെന്നല്ലേ? അതെ, തൃശ്ശൂർ എടുത്തോട്ടെ. സെറ്റ്. അപ്പം കോട്ടയം ജില്ലക്കാരുടെ ആഗ്രഹം കോട്ടയത്തേക്ക് കൊണ്ടുപോകണം. അവര് കൊണ്ടുപോട്ടെ. അപ്പൊ ഏത് ജില്ല കൊണ്ടുപോകും? കുട്ടികൾക്ക് കോട്ടയം. നമ്മൾ കുട്ടികളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു. അതെ, നമുക്കപ്പം പെട്ടെന്നൊരു ഇടവേള വേണം. ഓക്കെ. കലക്കൻ പൂരം പവേർഡ് ബൈ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്.